മഹാത്മാക്കൾ മനുഷ്യ സംസ്കാരത്തിന് നവജീവൻ പകരുന്നു. മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വരസാക്ഷാത്കാരമാണെന്ന് അവരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് നമ്മളിൽ കഴിവുണ്ട്, ഒരു പാട്ട് പഠിച്ചത് മറന്നിരിക്കുകയാണ്. ആദ്യത്തെ വരി പാടിയപ്പോൾ മറ്റുള്ളവരെ നമുക്ക് ഓർക്കാൻ പറ്റി. ആ ഓർമ്മപ്പെടുത്തൽ ഉണർത്തുപാട്ട് പോലാണ് അവരുടെ സാമീപ്യം. വസന്തകാലം പോലെയാണ് മഹാത്മാക്കൾ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. വസന്തം വരുമ്പോൾ ചെടികളും വള്ളികളും വൃക്ഷങ്ങളും പൂക്കുകയും തളിർക്കുകയും ചെയ്യും. തുമ്പികളും പൂമ്പാറ്റകളും പറവകളും ആഹ്ലാദത്തോടെ പറക്കും. മണ്ണിലും വെണ്ണിലും പുതുചൈതന്യം നിറഞ്ഞതുപോലുള്ള അനുഭവമാണത്. ഇതുപോലെ മഹാത്മാക്കൾ മനുഷ്യ സംസ്കാരത്തിന് നവജീവൻ പകരുന്നു. ജനഹൃദയങ്ങളിൽ അവർ ആഹ്ലാദത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വേലിയേറ്റം ഉണർത്തുന്നു. അതായത് പൂർണ്ണചന്ദ്രൻ ആസ്വദിക്കുമ്പോൾ ഭൂമി വേലിയേറ്റം ഉണ്ടാകും. പകല് കായലിലൊക്കെ നോക്കുമ്പോൾ 2 അടി 3 അടി കുറഞ്ഞു കാണും. പൂർണ്ണചന്ദ്ര സമയത്ത് 3 അടി ഉയർന്നു നിൽക്കുന്ന കാണാം. പക്ഷെ സ്ഥിതി വെള്ളം താഴെ ഉണ്ടായിരുന്നു. ആ വേലിയേറ്റ സമയപ്പോൾ അത് ഉയർന്നതാണ് മുഴട്ട്. പരമാത്മാവിനോടുള്ള ആ ഒരു ബന്ധം വരുമ്പോൾ വേലിയേറ്റം പോലെ തന്നിലെ ഉള്ളിലുള്ള കഴിവിനെ ഉണർത്തുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വരസാക്ഷാത്കാരമാണെന്ന് അവരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് നമ്മളിൽ കഴിവുണ്ട്, ഒരു പാട്ട് പഠിച്ചത് മറന്നിരിക്കുകയാണ്. ആദ്യത്തെ വരി പാടിയപ്പോൾ മറ്റുള്ളവരെ നമുക്ക് ഓർക്കാൻ പറ്റി. ആ ഓർമ്മപ്പെടുത്തൽ ഉണർത്തുപാട്ട് പോലാണ് അവരുടെ സാമീപ്യം. അവർ കാട്ടുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ അവരുടെ ജീവിതം നമുക്ക് പ്രചോദനം നൽകുന്നു. അജ്ഞാനത്തിൽ അണ്ടുമുങ്ങിയ ജനങ്ങളിൽ ആത്മീയയുടെ സന്ദേശം പരത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം വഴിയാട്ടി തന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ലോകം ഇന്ന് എല്ലായിടവും അത് ആഘോഷിക്കുകയാണ്. ഒരിക്കലും ഒരു തേനീച്ച തുറന്ന ഭരണിയിൽ തേനിരിക്കുന്നത് കണ്ട് അത് ആവേശത്തോടെ തേനിലേക്ക് മുങ്ങിയിറങ്ങി. തേനിൻ്റെ ഭരണിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തേനീച്ചയുടെ ശരീരമാകെ തേൻ പറ്റിയിരിക്കുന്നു. അതെൻ്റെ ആനന്ദ അനുഭവം കൂട്ടുകാരോട് പങ്കുവെച്ച് അതിൻ്റെ വായിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തെറിച്ച തേൻ കണങ്ങൾ മറ്റുള്ള തേനീച്ചയുടെ പുറത്ത് വീഴുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം അതൊരു അത്ഭുതകരമായ അനുഭവമായി തീർന്നു. സ്ഥിരപ്രേമം നിറഞ്ഞ മഹാത്മാക്കളുടെ സാന്നിധ്യവും ഇതുപോലെയാണ്. അവരുടെ ജീവിതകാലത്തിന് ശേഷവും ജനഹൃദയങ്ങളെ അവർ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാലാണ് 1000 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ജനലക്ഷങ്ങൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും തെളിച്ച പാത പിന്തുടരുന്നത്. അതുപോലെ ഇന്നും യേശു ഭക്തഹൃദയങ്ങളിൽ ജീവിക്കുന്നു. മഹാത്മാക്കൾ സഞ്ചരിച്ച മണ്ണിൽ അവരുടെ കാൽപ്പാടുകൾ കാണണമെന്നില്ല. പക്ഷേ മാനവഹൃദയങ്ങളിൽ അവരുടെ പാദമുദ്രകൾ മായാതെ ഇന്ന് നിൽക്കുന്നു. സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ജീവന്മാരെ അതിലേക്ക് നയിക്കുക എന്നത് ഈശ്വരൻ്റെ ഉത്തരവാദിത്വമാണ്. എക്കാലവും അതിനുവേണ്ട സാഹചര്യങ്ങൾ അവർ ഒരുക്കിത്തരുന്നു. അതുകൊണ്ട് ഓരോ സാധകനും തനിക്ക് ഈ ജീവിതത്തിൽ തന്നെ എന്നെങ്കിലും എവിടെയെങ്കിലും ഗുരുവിൻ്റെ രൂപത്തിൽ ഈശ്വരനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യത്തെ അനുഭവിച്ച് ഗുരുവിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നത് ആ പരമതത്വം തന്നെ. ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാനും നീയും വിടവും വരുന്നു. അയാൾ ലവ് ആ ഒരു ഭാഗത്തിലേക്കാണ് പോകേണ്ടത്. നിന്നെപ്പോലെ ആൾക്കാരെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ആ സ്നേഹം തന്നിലെ സ്നേഹത്തെ അത് കൂടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്.